വാർത്തകളിലേക്ക് വിശദമായി കടക്കുകയാണ്. മയക്കുവെടിവെച്ച് പിടികൂടിയ അരിക്കൊമ്പനെ തമിഴ്നാട് വനം വകുപ്പ് കളക്കാട് മുണ്ടൻതുറൈ കടുവാ സങ്കേതത്തിൽ തുറന്നുവിട്ടു. കമ്പത്ത് നിന്ന് മയക്കുവെടിവെച്ച് പിടികൂടിയ അരിക്കൊമ്പനെ 200 കിലോമീറ്റർ ദൂരം പിന്നിട്ടാണ് കളക്കാട് എത്തിച്ചത്. എറണാകുളം സ്വദേശിയായ റബേക്ക ജോസഫിന്റെ ഹർജിയിൽ അരിക്കൊമ്പനെ ഇന്ന് കാട്ടിൽ വിടരുതെന്ന് നിർദ്ദേശിച്ച മദ്രാസ് ഹൈക്കോടതി പിന്നീട് നിലപാട് മാറ്റി. സഞ്ജയന്റെ റിപ്പോർട്ടിലേക്ക്. ഇന്ന് വെളുപ്പിന് 12:30 മണിക്കാണ് തമിഴ്നാട്ടിലെ കമ്പത്ത് മയക്കുവെടിവെച്ച് അരിക്കൊമ്പനെ തമിഴ്നാട് വനംവകുപ്പ് പിടിക്കുകയും തുടർന്ന് ലോറി ആംബുലൻസ് മൂലം അരിക്കൊമ്പനെ കാട്ടിനുള്ളിൽ തുറന്നുവിടാനുള്ള നടപടിക്രമങ്ങളുമായി തമിഴ്നാട് വനംവകുപ്പ് അവിടുന്ന് ആംബുലൻസ് ലോറിയിൽ തമിഴ്നാട്ടിലെ തിരുനെൽവേലി കളക്കാട് ഭാഗത്തേക്ക് പുറപ്പെടുകയായിരുന്നു. ഇതിനിടയിൽ പല അനിശ്ചിതത്വ സംഭവങ്ങളും ഏർപ്പെടുകയുണ്ടായി. അതായത് കേരളത്തിലെ എറണാകുളത്തെ റബേക്ക ജോസഫ് എന്ന മൃഗസ്നേഹി മദ്രാസ് ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയുടെ അടിസ്ഥാനത്തിൽ മദ്രാസ് ഹൈക്കോടതിയുടെ മധുരൈ ബെഞ്ച് ഒരു സുപ്രധാന ഉത്തരവ് പുറപ്പെടുവിക്കുകയുണ്ടായി. അതായത് ഇന്ന് അരിക്കൊമ്പനെ കാട്ടിൽ വിടരുത് എന്ന നിർദ്ദേശം. അതോടൊപ്പം രൂക്ഷ വിമർശനവും ഉണ്ടായിരുന്നു. അതായത് മനുഷ്യർ മൃഗങ്ങളുടെ അധിവാസ മേഖലകളിൽ കടന്നുകയറി കെട്ടിട നിർമ്മാണങ്ങളും അതോടൊപ്പം വ്യവസായ മേഖലകളെ കൈയടക്കി വനപ്രദേശങ്ങളിൽ വ്യവസായം ചെയ്യുകയും ഇതുകാരണം വനജീവികൾ തങ്ങളുടെ കേന്ദ്രങ്ങളിൽ നിന്ന് സഞ്ചാരപഥത്തിൽ നിന്ന് മാറി സഞ്ചരിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുക. അതിനെ തുടർന്നാണ് ജനവാസ മേഖലകളിലേക്ക് അരിക്കൊമ്പനെ പോലുള്ള വന്യമൃഗങ്ങൾ വരാൻ കാരണമെന്നും ഒരു രൂക്ഷ വിമർശനം ഉണ്ടാവുകയായിരുന്നു. ഇതിനെ തുടർന്ന് പൂർണ്ണ സുരക്ഷയോടെ ഇതിനിടയിൽ 200 കിലോമീറ്ററോളം സഞ്ചരിച്ച് അരിക്കൊമ്പനുമായി വനംവകുപ്പ് തമിഴ്നാട്ടിലെ കളക്കാട് നോക്കി സഞ്ചരിക്കുകയായിരുന്നു. വഴിനീളെ അതിന് അത്യാവശ്യ സുരക്ഷാ സംവിധാനങ്ങളും ജലം അതേപോലെ അത്യുഷ്ണത്തിൽ പോലും അതിനെ അവിടെയായി നിർത്തി കുളിപ്പിക്കുകയുണ്ടായിരുന്നു. ഈ ഹൈക്കോടതി വിധിയെ തുടർന്ന് ആശങ്കയിലായിരുന്ന വനംവകുപ്പ് പൂർണ്ണ ഉത്തരവാദിത്വം ഹൈക്കോടതിയെ അറിയിക്കുകയായിരുന്നു. അതായത് ആനയുടെ സുരക്ഷാ കാരണങ്ങളാലും ഇനിയും ആനയെ വനംവകുപ്പിൻ്റെ നിയന്ത്രണത്തിൽ വച്ചിരിക്കാൻ ബുദ്ധിമുട്ടിയതുപോലുള്ള പല കാരണങ്ങളും കോടതിയെ അറിയിച്ചതിനെ തുടർന്ന് കോടതിയുടെ തീരുമാനം മാറ്റുകയുണ്ടായി. ഇന്ന് കാട്ടിലേക്ക് തുറന്നുവിടാൻ കോടതി നിർദ്ദേശിച്ചു. അതിനെ തുടർന്ന് കളക്കാട് പുലികൾ ശരണാലയത്തിലേക്ക് വനംവകുപ്പ് അരിക്കൊമ്പനെ കൊണ്ടെത്തിക്കുകയായിരുന്നു. ഇതിനിടയിൽ കളക്കാട് ഭാഗത്തെ ജനങ്ങൾ പ്രതിഷേധ പ്രകടനങ്ങളുമായി മുന്നോട്ട് വരികയായിരുന്നു. അതായത് തങ്ങളുടെ സുരക്ഷയ്ക്ക് ഇത് ആശങ്ക ഉണ്ടാക്കുമെന്ന ഒരു നിർദ്ദേശവുമായാണ് അവർ പ്രതിഷേധം രേഖപ്പെടുത്തിയത്. തുടർന്ന് പോലീസ് അവരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയും അരിക്കൊമ്പനെ വീണ്ടും വനമേഖലയിലേക്ക് കളക്കാട് വനമേഖലയിലേക്ക് പുലികൾ ശരണാലയത്തിലേക്ക് തമിഴ്നാട് വനംവകുപ്പ് കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. വീണ്ടും അരിക്കൊമ്പൻ നാട്ടിലേക്ക് വരുമോ എന്ന ആശങ്കയും അരിക്കൊമ്പൻ്റെ തുടർന്നുള്ള ഭാവിയും ഒരു ആശങ്കയുടെ നിഴലിലാണ്. സജയകുമാർ, ന്യൂസ് 18.